ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ട്യൂട്ടോറിയലും സാരീസും ഒക്കെയാണ് കാണാൻ. നമ്മൾ കുറേ നാളായി പിള്ളേരുടെ ഡ്രസ്സുകൾ കണ്ടിട്ട്, പിള്ളേരുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ ബോൺ ബേബീസിൻ്റെ ഡ്രസ്സ് കണ്ടിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ന്യൂ ബോൺ ബേബീസിൻ്റെ 0 to 3 months 3 to 6 months കെട്ടുടുപ്പും ബേബി ഷീറ്റുകളാണ്. ഇന്ന് നമ്മൾ കാണിക്കുന്ന എല്ലാ ബേബി ഡ്രസ്സും ഗേൾസ് ഓറിയൻറ്റഡ് ആയിട്ട് ഗേൾസിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളാണ് നമ്മൾ കാണിക്കുന്നത്. യൂണിസെക്സും നമ്മൾ ചെയ്യുന്നതാണ്, ബോയ്സിൻ്റെയും ചെയ്യുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കാണിക്കുന്നത് എല്ലാം ഗേൾസിൻ്റെ പാറ്റേൺ, ലേസ് വെച്ചതും ഗേൾസിൻ്റെ ഉള്ള കളർ കോമ്പിനേഷനും ഫ്ലവേഴ്സൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചിലവരൊക്കെ കുറച്ച് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ട്, ഈ കെട്ടുടുപ്പാകുമ്പോൾ കെട്ട് വരുമ്പോൾ പിള്ളേർക്ക് കിടക്കുമ്പോൾ വേദന എടുക്കത്തില്ലേ, അപ്പോൾ കെട്ട് വേണ്ട, പ്രസ് ബട്ടൺ ഫ്രണ്ടിൽ വെക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ബാക്ക് ഇങ്ങനെ എപ്പോഴും കിടക്കുവാണല്ലോ, ചെരിഞ്ഞൊന്നും കിടക്കുന്നില്ലല്ലോ കുഞ്ഞ്, അപ്പം ബാക്കിൽ കെട്ട് വന്നാൽ അത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടല്ലേ, ഫ്രണ്ടിൽ പ്രസ് ബട്ടൺ വെച്ചോ അല്ലെങ്കിൽ സാധാ ബക്കിൽ വെച്ചോ അങ്ങനത്തെ ബട്ടൺ വെച്ചിട്ടുള്ളത് തയ്ച്ച് തരുമോ എന്ന് എൻക്വയറി വന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു അങ്ങനത്തെ ഡ്രസ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് വിത്ത് പ്രസ് ബട്ടൺ ആയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്ക്. നിങ്ങൾക്ക് താല്പര്യം ഏതാണെന്ന് വെച്ചാൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. കെട്ടുടുപ്പ് കെട്ടിട്ടെന്ന് വെച്ചിട്ട് പിള്ളേർക്കത് വേദന എടുക്കുകയൊന്നുമില്ല, അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട. പക്ഷേ ഇൻ കേസ് കുറച്ചും കൂടെ വറി ചെയ്യുന്ന പേരൻസ് ആണെങ്കിൽ അതിന് പ്രസ് ബട്ടൺ ആയാലും നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്ക്. താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്തേച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഓരോ ഡ്രസ്സും കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഡ്രസ്സ്. ഒരു കെട്ടുടുപ്പിൻ്റെ അകത്ത് നമ്മളൊരു കുട്ടി ആനയാണ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. ഒരു കുഞ്ഞ് ഹാർട്ട് ഷേപ്പ് 3 ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഒരു ലൈറ്റ് ഗ്രേ കളർ ത്രെഡും ബേബി പിങ്കും റെഡും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എലിഫൻറ്റിനെ തയ്ച്ചിരിക്കുന്നത്. ഇതുപോലെയാണ് സിമ്പിളായിട്ട് 0 to 3 months വന്നിരിക്കുന്നത്. കെട്ട് ബാക്കിൽ വരുന്നു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കെട്ടുടുപ്പുകളാണ്. മൽ ആണ്. പിള്ളേർക്ക് പ്യോർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. ഇതുപോലെയാണ് ആദ്യത്തെ മെറ്റീരിയൽ. ഇനി ഈ സെയിം പാറ്റേണിൽ തന്നെ തയ്ച്ചിരിക്കുന്ന പല ഡിസൈൻസ് വേറെ വേറെയാണ് നമ്മുടെ കയ്യിലുള്ളത്. കുറേ പാറ്റേൺസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വേറെ ഒരെണ്ണം, ഒരു ടെഡി ബെയർ ബലൂൺസ് പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് അടുത്തത് ഒരു പാറ്റേൺ വന്നിരിക്കുന്നത്. പിന്നെ നമ്മളൊരു ഗേൾ റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സാണ് ചെയ്തിരിക്കുന്നത്. ഗേൾസിന് മാത്രം. ഇപ്പം 2 കാണിച്ചത് യൂണിസെക്സ് ആയിരുന്നു. നമുക്ക് ഏത് സെക്സ് ആയാലും കുഴപ്പമില്ല. ഇത് ഗേൾസിനായിട്ടുള്ളത് സ്ലീവ്ലെസ്, മറ്റതും സ്ലീവ്ലെസ് ആണ്. പക്ഷേ ഇതിൻ്റെയും കഴുത്തിൻ്റെ ഇതിന് വ്യത്യാസമുണ്ട്. ഇത് കോളർ ടൈപ്പ് പോലത്തെ അങ്ങനെ വന്നിട്ട് താഴത്തോട്ട് ഫ്രഞ്ച് നോട്ട് ഫ്രില്ലിട്ടിട്ട് ഗേൾസിൻ്റെ ഡ്രസ്സ് പോലെയാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഇതുവരെ കെട്ടായിട്ട് ഇത് ഒരു ഡ്രസ്സ് നിറച്ചും ഫ്ലവേഴ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്താണെങ്കിലും ഫ്രില്ലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഫ്രില്ലിട്ടിട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. ഇത് കുഞ്ഞു കുഞ്ഞു പെറ്റൽസാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ഈ ബേബീസിൻ്റെ ഡ്രസ്സ് തയ്ക്കുമ്പോൾ, ന്യൂ ബോൺ ബേബീസിന് തയ്ക്കുമ്പോൾ വളരെ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവർ പാറ്റേൺസ് ആയിരിക്കും നമ്മൾ അതിൻ്റെ അകത്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആനിമൽസിൻ്റെ ആണെങ്കിലും വളരെ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞിതായിട്ടായിരിക്കും നമ്മൾ തയ്ക്കുന്നത്. ഒത്തിരി വലിയ ഫ്ലവേഴ്സ് തയ്ക്കാറില്ല. ഇതാണെങ്കിലും ഇതുപോലെ ഫ്രില്ലിട്ടിട്ട് ഇതുപോലെ തയ്ച്ചിരിക്കുന്നതാണ് ഈ ഒരു ഡ്രസ്സ്. പിന്നെ വന്നിട്ട് ഒരു കുഞ്ഞ് വേറൊരു ഡിസൈനാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിപ്പം യൂണിസെക്സ് ആവാം, ഇടാവുന്നതാണ്. പിന്നെ ഇതും ഒരു ഫ്ലവർ പാറ്റേൺ, കഴുത്തിന് താഴെയായിട്ട് ഒരു ഫ്ലവർ പാറ്റേൺ ഡബിൾ ഷീറ്റ് ത്രെഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ക്യാറ്റിൻ്റെ ഡിസൈനാണ്. പിന്നെ വന്നിട്ടൊരു ക്യാറ്റിൻ്റെ ഡിസൈൻ ഫേസ് മാത്രമായിട്ട് അതിൻ്റെ അകത്തൊരു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലവർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. വളരെ കുഞ്ഞതായിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ട് കുഞ്ഞ് പൂവാണ് അതിൽ തയ്ച്ചിരിക്കുന്നത്. പിന്നെ ഒരു ക്യാരറ്റിൻ്റെ ഡിസൈനാണ്. അങ്ങനെ കുറേ ഡിസൈൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്താണെങ്കിലും ലേസി ഫ്ലവർ പാറ്റേൺ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ കെട്ടിൻ്റെ ഉടുപ്പിൻ്റെ അകത്ത്. പിന്നെ ഇതൊരു ബേർഡ്സിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ബേർഡാണ്. പിന്നെ താഴത്തോട്ട് നമ്മൾ ഒരു ലേസൊക്കെ പിടിപ്പിച്ചിട്ട് നെറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതെല്ലാം 0 to 3 months ഡിസൈൻസാണ് നമ്മൾ ഈ കണ്ടത്. ഇത്രയും ഡ്രസ്സ് ഇതും 0 to 3 months ഡ്രസ്സ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇത് പ്രസ് ബട്ടണാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സൈഡിലൊരു പാറ്റേൺ. സാധാരണ നമ്മൾ കെട്ടുടുപ്പാകുമ്പോൾ നടുക്കാണ് പാറ്റേൺ തയ്ക്കുന്നത്.
പുറകിൽ കെട്ടുവാണ്. ഇതിൻ്റെ അകത്ത് നടുക്ക് പ്രസ് ബട്ടൺ വന്നേക്കുന്നത് കാരണം, ഇവിടെ പ്രസ് ബട്ടൺ ഉള്ളത് കാരണം ഇതിൻ്റെ സൈഡിൽ ഒരു ലയൻ്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ കെട്ടൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. 0 to 3 months ഡ്രസ് പാറ്റേൺ ആണ്. സെയിം റേറ്റ് തന്നെയാണ്. പ്രസ് ബട്ടൺ ആയാലും കെട്ടുടുപ്പായാലും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത്. ഇതിന് വന്നിട്ട് 0 to 6 months 3 to 6 months റേഞ്ചിൽ വരുന്ന ഡ്രസ്സ്. കുറച്ചും കൂടെ നീളമുണ്ട്. ഇതിന് താഴെ ലേസ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഫ്രില്ലിട്ടിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നടുക്ക് ടോപ്പിൽ റോസറ്റി സ്റ്റിച്ചിൻ്റെ ഒരു കുഞ്ഞു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. പുറകിൽ കെട്ടും വെച്ചിട്ടുള്ള രീതിയിലാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഡ്രസ്സ്. അതിൻ്റെ പല പാറ്റേൺസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇത് അതുപോലെ തന്നെ സ്ലീവ്ലെസ് ആയിട്ട് വെച്ച് കാസ്റ്റ് ഓൺ സ്റ്റിച്ച് ഫ്രഞ്ച് ബൂളിയൻ നോട്ട് ചെയ്തിട്ട് ഒരു ഫ്ലവർ പാറ്റേൺ കൊടുത്തിരിക്കുന്നു. എന്നിട്ട് ഇവിടെ ഫ്രില്ലിട്ട് കൊടുത്തേക്കുന്നു. ഇതും ഗേൾസിൻ്റെ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. ഇതും ഇതുപോലെ തന്നെ കെട്ടുടുപ്പ്. എന്നിട്ട് ഇവിടെയൊക്കെ നിറച്ചും ഡിസൈൻ കൊടുത്തിരിക്കുന്ന രീതിയിലാണ്. 3 ലെയറുണ്ട് ഡിസൈൻ. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ ഫുൾ കവർ ചെയ്യുന്ന രീതിയിലാണ് കുട്ടിയുടെ ഉടുപ്പ് ചെയ്തിരിക്കുന്നത്. ഇതാണെങ്കിലും ഫ്രില്ലിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് ബട്ടർഫ്ലൈസ് സ്കാറ്റർ ചെയ്ത് തയ്ച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഇതാണെങ്കിലും എല്ലാത്തിനും ഫ്രില്ലിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു കാസ്റ്റ് ഓൺ സ്റ്റിച്ചിൻ്റെ ഒരു മൾട്ടി ഷെയ്ഡ് ത്രെഡും കൊണ്ട് ഒരു ഫ്ലവർ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനാണെങ്കിൽ ഇവിടെ നമ്മൾ നെറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്. ലേസിൻ്റെ ഇത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് നമ്മളൊരു ഫ്ലവർ ലേസിൻ്റെ ഫ്ലവർ അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴത്തോട്ടും ഇതുപോലെ തന്നെ ലേസ് വെച്ച് ആ ഫ്ലവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഡ്രസ്സ് വരുന്നത്. ഓവറോൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. എന്നിട്ട് ഇതിൻ്റെ ടോപ്പിലാണ് കെട്ട്, 2 സൈഡിലും കെട്ട് എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണെങ്കിൽ നടുക്കേ കൂടെ ലേസ് വെച്ചിട്ട് അപ്പുറം ഇപ്പുറേ ആയിട്ട് ഡിസൈനിങ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ പോകുന്നത്. ഇതാണെങ്കിലും ഫ്രില്ലിട്ടിട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഫുള്ളും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് എല്ലാ ഡ്രസ്സിലും തന്നെ അത്യാവശ്യം നല്ലോണം എംബ്രോയ്ഡറി ചെയ്ത് ഒരു കുഞ്ഞു ഫ്ലവറിൽ നിർത്തുമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്ലവർ പാറ്റേൺ തയ്ച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആണെങ്കിലും മുകളിൽ കെട്ട്, താഴെ ലേസ്, അതിൻ്റെ അകത്ത് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തു, പിന്നെ ഫ്രില്ലിട്ട് തയ്ച്ചിരിക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു ഡ്രസ്സും വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മേളിലും അതുപോലെ തന്നെ സൈഡിലും ആയിട്ട് ഡിസൈനിങ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഇതിൻ്റെ മേളിൽ ലേസ് വെച്ചിട്ട് ഇതുപോലെ ബാക്കിലാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. മേളിലല്ല, ബാക്കിലാണ് കെട്ട് കൊടുത്തിരിക്കുന്നത്. ഇതാണെങ്കിലും ഇത് ഗേൾസിൻ്റെ ആയതുകൊണ്ട് തന്നെ ഇത് ഒരു ചെയ്ത് കഴിഞ്ഞിട്ടൊരു ബേബി പിങ്ക് കളർ ബോ വെച്ചിട്ടുണ്ട്. ലേസ് ഉണ്ട്. പിന്നെ ബേബി പിങ്ക് കളർ ത്രെഡ് തുണിയിൽ ലേസുള്ള അറ്റാച്ച് ചെയ്ത് ഇങ്ങനെയാണ് ഈ ഒരു ഡ്രസ്സ് വന്നിരിക്കുന്നത്. പുറകിൽ കെട്ടുമായിട്ട്. ഇതൊക്കെ 0 to 6 months ഡ്രസ്സുകളാണ് ഇതെല്ലാം. അടുത്തത് ബേബി ഷീറ്റ്സ് ആണ്. അതിൻ്റെ അകത്ത് ആദ്യത്തെ ഷീറ്റിൽ തന്നെ വൈറ്റിൻ്റെ അകത്ത് ഒരു ഫ്രില്ല് വെച്ചിട്ട് ലേസ് വെച്ചിട്ട് അതിൻ്റെ താഴെ നമ്മൾ പീച്ച് കളർ തുണിയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മേലിൽ ഡിസൈൻ കൊടുത്തേക്കുന്നത് ബേബി ഷീറ്റിൻ്റെ ഒരു സൈഡിൽ മാത്രം നമ്മൾ കാണുന്ന ഇതിൽ മാത്രമാണ് എംബ്രോയ്ഡറിയും ഈ പാറ്റേണും വന്നിരിക്കുന്നത്. ഒരു സൈഡിൽ ഒരു എൻഡിലേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു ബേബി ടവൽ വന്നിരിക്കുന്നത്. അടുത്തത് വന്നിട്ട് ബേബി പിങ്ക് ആണ്. ബേബി പിങ്കും ഇതുപോലെ തന്നെ ലേസും ഇതുപോലെ പാറ്റേണുമാണ് ഒരു എൻഡിൽ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അടുത്ത വന്നത്. എല്ലാം സിമ്പിളായിട്ട്, ഒത്തിരി ഹെവി ആയിട്ടൊന്നുമില്ല, എന്നാൽ സിമ്പിളായിട്ട് കാണുന്ന രീതിയിൽ അത്യാവശ്യം ചെയ്തിട്ടുമുണ്ട്. അടുത്തത് കുറച്ച് ബ്രൈറ്റ് കളർ കോമ്പിനേഷനാണ്. പിസ്ത ഗ്രീൻ കളർ തുണിയാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡിസൈനിങ് വന്നിട്ട് നല്ല ബ്രൈറ്റ് റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് വന്നിട്ട് മൾട്ടിപ്പിൾ കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഹക്കോബ തുണി താഴെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്ലൂ കളർ പൈപ്പിങ് പോരാ രീതിയിൽ നമ്മളിവിടെ പടി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എംബ്രോയ്ഡറി വരുന്നത്. ഇതൊക്കെ ഒരു സൈഡേ ഉള്ളൂ. ടവലിൻ്റെ ഒരു സൈഡിലാണ്, കാണുന്ന സൈഡിലാണ് നമ്മളിതിങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് വന്നിട്ട് നല്ല ലേസ് ക്രോഷ്യോ പോലത്തെ ലേസ് വെച്ചിട്ട് അതിൻ്റെ നടുക്കേ കൂടിയാണ് നമ്മൾ ബൂളിയൻ നോട്ട് ഫ്ലവേഴ്സും ചെയ്തിരിക്കുന്നത്. ഇത് 2 എൻഡിലും ടവലിൻ്റെ 2 സൈഡിലും ഇതുപോലെ തന്നെ വരുന്നുണ്ട് വർക്ക്, ലേസ് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതാണ് 5 ബേബി ഷീറ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിലത്തെ എന്തെങ്കിലും റീക്രിയേഷൻസോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അല്ലെങ്കിൽ വേറെ ഡിസൈൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്തേച്ചാൽ മതി.